ചാപ്പലുണ്ട്. അവിടെ പോയി ഞാൻ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഇച്ചിരി ഉപ്പും തേനും ഒക്കെ എങ്ങനെയാ കിട്ടണേ? ഒരിക്കലും എനിക്ക് ഇവിടെ ഉപ്പും തേനും ഒന്നും കിട്ടാൻ പോണില്ല. ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരി എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നു. അപ്പോൾ അവൾ എൻ്റെ റൂമിൽ കൃപാസന മാതാവിൻ്റെ ഒരു രൂപവും ലോക്കറ്റൊക്കെ ഇരിക്കണുണ്ട്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് കൃപാസന മാതാവിൻ്റെ ഉപ്പും തേനും വേണോന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങ് എന്നാ പറയണ്ടേന്ന് അറിയാൻ മേലാതായി പോയി. കാരണം ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോകുന്നതാ, മാതാവ് എനിക്ക് എങ്ങനെയാ നിന്റെ ഉപ്പും തേനും ഇച്ചിരി കിട്ടണം ഇവന് കൊടുക്കാൻ, എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചെനിക്ക് കൊണ്ടു തന്നു ഒരു പാത്രത്തിൽ ഉപ്പും ഒരു കുഞ്ഞു പാത്രത്തിൽ തേനും. അപ്പോൾ ഞാൻ എന്നും കുരിശ് വരയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുക്കും. എന്നിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഉപ്പ് കുറച്ച് ആ വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ ഉപ്പ് ഇവന് കുടിക്കാൻ കൊടുക്കും, ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൈലം ഇല്ലായിരുന്നു. അപ്പോൾ തേനും ഉപ്പും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവൻ്റെ മേത്തേക്കട മൊത്തം തൂക്കും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ UK ഡോക്ടറിനെ കാണാനും ഒരു പ്രൊസീജിയറിന് ഡേറ്റ് കിട്ടാനും ഒക്കെ ഭയങ്കര പാടാണ്. ഒരുപാട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവന് ചെസ്റ്റ് പെയിനും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ മെയ് മാസമാണല്ലോ, നിന്റെ മാസമാണല്ലോ, ഞാൻ ഉടമ്പടി തീർന്നിട്ടില്ല. അപ്പോൾ മെയ് മാസം എൻ്റെ ഉടമ്പടി തീരണതിന് മുമ്പ് എനിക്ക് നീ ഒരു ഡേറ്റ് തരുമോ ഇവന് പ്രൊസീജിയർ ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ മെയ് 12-ാം തീയതി ആയിരുന്നു എൻ്റെ ഉടമ്പടി തീർന്നത്. ഫെബ്രുവരി 12-ാം തീയതി എടുത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ പുതുക്കാൻ നോക്കിയിട്ട് എനിക്ക് പുതുക്കാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പ്രൊസീജിയർ ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് മെയ് 26-ാം തീയതി. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എനിക്ക് പുതുക്കാനും പറ്റണില്ല. അപ്പോൾ ഞാൻ ആൻറ്റീനെ വിളിച്ചു പറഞ്ഞു, ആൻറ്റി എനിക്ക് പുതുക്കാൻ പറ്റണില്ലല്ലോ, ഒന്ന് ചോദിക്കാവോ, ഇവിടെ വന്ന് ഒന്ന് ചോദിക്കാവോ. അപ്പോൾ ഞാൻ എന്നും ഇവിടെ ഒരു സിസ്റ്ററിനെ വിളിക്കും. ആ സിസ്റ്റർ എല്ലാ ദിവസവും എങ്ങനെ വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ ആ സിസ്റ്ററിനെ വിളിക്കും. സിസ്റ്ററെ ഇങ്ങനെയുള്ള അപ്പോൾ സിസ്റ്ററിനോട് പറയും, മോനെ നീ പ്രാർത്ഥിക്കുക, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നീ പ്രാർത്ഥിച്ചോ. ആ സിസ്റ്റർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതിനെ കണ്ട് എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. ആ സിസ്റ്റർ ശരിക്കും അത്രയ്ക്കും ഞാൻ ശല്യമായി എന്ന് വേണമെങ്കിൽ പറയാം. സിസ്റ്ററെ സിസ്റ്റർ അച്ഛൻ്റെ ഒന്ന് കൊടുക്കാവോ സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ പറയും, ഇല്ല അച്ഛൻ്റെ കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുക, അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ വർത്താനം പറയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുക. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവം അതന്നെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ട്. അത് കഴിഞ്ഞിട്ട് മാതാവ് എന്നോട് പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നീ ഇവനെയും കൂടെ വിളിച്ചിരുത്ത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുന്ന പോലെ കണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കും, ഉപ്പ് കൊടുക്കും, എല്ലാം കൊടുക്കും. അങ്ങനെ എനിക്ക് പുതുക്കാൻ പറ്റില്ല. ഓൺലൈൻ ഉടമ്പടി എടുത്താൽ ഫോണിൽ കൂടെ പുതുക്കാൻ പറ്റില്ല എന്ന് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആൻറ്റി കുഞ്ഞാച്ചൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അത് കഴിഞ്ഞ് മെയ് 26-ാം തീയതി ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രൊസീജിയർ ചെയ്യാൻ. അപ്പോൾ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ആരുമില്ല എന്ന് വെച്ചാൽ എനിക്കൊരു സഹായം ചോദിക്കാനോ എൻ്റെ കുടുംബക്കാർക്കൊന്നും അറിയില്ല. ഇങ്ങനെ പ്രൊസീജിയറിന് പോണ കാര്യം എന്ത് സംഭവിക്കുമെന്ന് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യണോണ്ട് എനിക്കറിയാം കാത്തലാബി കയറ്റി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കണത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണത് ഒക്കെ എനിക്കറിയാം. അപ്പോൾ എനിക്കൊരു സഹായത്തിന് ആരുമില്ലല്ലോ മാതാവേ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ഇൻചാർജ് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണേന്ന് പറഞ്ഞു. വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു, അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണേന്ന്. അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരുടെയെങ്കിലും പേര് മരിയാന്ന് എന്നെ ഒന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മരിയാന്ന് പേരുള്ള ആരെങ്കിലും ഒന്ന് കാണിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിറ്റ് ആയി. കറക്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് എടുക്കാൻ വന്ന ഒരു ഫിലിപ്പീനേഴ്സ് ആയിരുന്നു, അവളുടെ പേര് മരിയാന്ന്. അപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഉറപ്പായി, ദൈവമേ എനിക്ക് ഒരു പേടിയില്ല. ഇനി എനിക്കറിയില്ല, മാതാവിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ അവിടെ ആ പ്രൊസീജിയറിന് സൈൻ ചെയ്തതും എല്ലാം. ദൈവഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട്